ഹായ് ഹലോ വെൽക്കം ടു ഫ്ലഫി ഫൈബർ ഡേയ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂലൈ മന്തിൽ ഒരു ബുള്ളറ്റ് ജേണലാണ്. ബുള്ളറ്റ് ജേണൽ കുറേയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ ട്രാക്കേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള വലിയൊരു ജേണൽ ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ്. ആക്ച്വലി ഞാൻ റാൻഡ് ആയിട്ട് ഒരു ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഈ ഒരു ജേണൽ. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അപ്പോൾ തോന്നി ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്യണമെന്ന്. പക്ഷെ അത് ഞാൻ കാണുമ്പോഴത്തേക്കും ജൂൺ മന്ത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ജൂലൈ മന്തിൽ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഇതിൽ നമ്മൾ ഈ മന്തിലെ ഗോൾസും പ്ലാൻസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാക്കേഴ്സ് വലിയ ഉള്ളതുകൊണ്ട് തന്നെ ആ ദിവസം നമുക്ക് ചെയ്യാനുള്ള എനർജിയും കൂടും. ഞാനിത് ചെയ്തപ്പോൾ ഉള്ള ഫീലാണേ പറഞ്ഞത്. എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ മൂഡ് ട്രാക്കർ ആഡ് ചെയ്തിട്ടുണ്ട്, എനർജി ട്രാക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആങ്സൈറ്റി ട്രാക്കർ. വെറുതെ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർമെലൻ്റെ ഒരു തീമാണ് ഈ ജൂലൈ മന്തിന് ഞാൻ കൊടുത്തിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ അങ്ങോട്ട് തീം ആയിട്ടൊന്നുമില്ല, ഇഷ്ടമുള്ള സംഭവങ്ങൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി എല്ലാ മന്തും ഇങ്ങനെ ചെയ്യാൻ പറ്റണേന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം ഇത് അടിപൊളിയാണ്, ഭയങ്കര കാമിങ് ആൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ജേർണലിങ്ങേ അങ്ങനെയാണ്, ഇതിപ്പോൾ എക്സ്ട്രാ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഗോൾസ് ആൻഡ് പ്ലാൻസ് ആണ്. അതിൽ വലിയ അലങ്കാര പണികളൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് എഴുതിയിട്ടുള്ളൂ. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഈ പേജ് മാത്രം ബ്ലാങ്ക് ആയ പോലെ തോന്നി. അപ്പോൾ കുറച്ച് പൂക്കളും കൂടെ വരച്ചു കൊടുത്തു. ഇപ്പം നമ്മൾ ചെയ്യുന്നതാണ് മൂഡ് ട്രാക്കർ. ഓരോ ദിവസവും ഓരോ മൂഡായിരിക്കും. അതിപ്പോൾ ഒരു ദിവസം വിത്തിൻ സെക്കൻഡ്സ് തന്നെ മൂഡ് മാറുന്ന സമയങ്ങളുണ്ട്. ഇതിപ്പോൾ ഓരോ ദിവസത്തെയും മൂഡ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഓരോ പൂച്ചകളെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനോരോ കളേഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കും. ആ കളേഴ്സിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഇങ്ങനെ എഴുതി വെക്കും. ബ്ലൂ കളർ, അതായത് ഫോർ എക്സാമ്പിൾ ബ്ലൂ കളർ സാഡ്, ഹാപ്പി, ആംഗ്രി, അങ്ങനെയൊക്കെ. ഈ ഒരു മൂഡ് ട്രാക്കറും ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ്. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈവൻ ക്ലൈമറ്റിന് പോലും എൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യാനുള്ള പവറുണ്ട്. മഴയാണെങ്കിൽ ഒരു മൂഡ്, വെയിലാണെങ്കിൽ ഒരു മൂഡ്, അങ്ങനെയൊക്കെ. ഇരുട് പിടിച്ചിട്ടുള്ള മഴയും കൂടെ ആണെങ്കിൽ പറയണ്ട, ആ ദിവസം മുഴുവൻ ഞാൻ മൂടിയിരിക്കും, വെറുതെ ഇങ്ങനെ പേടിച്ചോണ്ടേയിരിക്കും. അപ്പം എൻ്റെ ആങ്സൈറ്റി ലെവൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൂഡ് ട്രാക്കർ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ എന്താ ചെയ്യുന്നത് നോക്കാം. ഇതാണ് വെതർ ട്രാക്കർ. അതായത് ഇന്നത്തെ ദിവസം മഴയായിരുന്നോ, മഴയും വെയിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ വെയിൽ മാത്രമായിരുന്നോ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുട് പിടിച്ച് കിടക്കായിരുന്നോ, ഇരുട്ട് പിടിച്ചിട്ടുള്ള മഴയായിരുന്നോ, അങ്ങനെയൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യാൻ ഇത്തിരി ക്ഷമ വേണം. അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞത്. ഇത് കംപ്ലീറ്റ് ആക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്തു വന്നപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിതുപോലെ ട്രാക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് ജേർണലിങ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിൽ ബ്ലാങ്കറ്റ് കിടന്ന സ്ഥലത്ത് കുറച്ച് ക്ലൗഡൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടേ. ഇതിപ്പോൾ ഡെയിലി ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇത്രയും ദിവസം ഞാൻ അടിപൊളിയായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 5. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഫോണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് ഒഴിവാക്കാൻ മാർഗമൊന്നുമില്ല എന്നാണ് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ കിളീൻ്റെ സൗണ്ടും കേൾക്കാൻ പറ്റും, വാഹനങ്ങൾ പോകുന്ന സൗണ്ടും കേൾക്കാൻ പറ്റും. ഇത് രണ്ടും ഇല്ലാത്ത ചെറിയൊരു ബ്രേക്കിലാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. എന്നാലും ഇപ്പോൾ 24 മണിക്കൂറും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവി ഉണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റും. തെങ്ങിൻ്റെ മേലെ ഇരിക്കുന്ന ജീവിയാണെന്നാണ് അറിയാൻ പറ്റിയത്. അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, നിർത്താണ്ട്. അതിന് റെസ്റ്റ് എടുക്കണ്ടേന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സ്ലീപ്പ് ട്രാക്കറാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഉറങ്ങുന്ന ടൈം തൊട്ട് എണീക്കുന്ന ടൈം വരെ ലൈൻ ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ ഉറങ്ങുന്ന ടൈം ടു എണീക്കുന്ന ടൈം വരെ അതിൽ ട്രാക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ 9, 10, 11, 12 അതിൻ്റെ നേരത്തെ ഉറങ്ങിയ ചരിത്രമല്ല, കൂടുതലല്ലാണ്ട് കുറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 9 to ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനർജി ട്രാക്കർ. ഓരോ ദിവസവും നമുക്ക് എനർജി ലെവൽ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുമല്ലോ. ചില ദിവസം നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും, ചില ദിവസം വെറുതെ ഇങ്ങനെ കിടന്ന് തീർത്തിട്ടുണ്ടാവും, വേസ്റ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ വരുന്ന ചേഞ്ച് നമുക്കിതുപോലെ ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആങ്സൈറ്റി ട്രാക്കർ, ഇതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം വെറുതെ ഒരു കാരണമില്ലാണ്ട് പേടിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ. പേടിയാവുന്നു എന്ന് തോന്നെങ്കിലും അതിൻ്റെ റീസൺ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഇതിലൊരു സിമ്പിൾ ഡിസൈൻ തന്നെ വരച്ചു കൊടുത്തിട്ടുള്ളത് ഹാർട്ട്സ്. അതിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ ഹൈ ആണോ ലോ ആണോ, അല്ലെങ്കിൽ ആങ്സൈറ്റി ഇല്ലേ, അതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. ആങ്സൈറ്റിയുടെ അങ്ങ് പീക്ക് ലെവൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ട്രാക്കറായിരുന്നു. കുറച്ചുകൂടെ സംഭവങ്ങൾ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഒരു വലിയ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി നടക്കുന്ന ഓരോ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗോൾസ് ഉണ്ടാവില്ലേ, ചെറുതായാലും അത് എഴുതി കൊടുക്കുക. അത് ഫുൾഫിൽ ചെയ്ത് നമുക്ക് തന്നെ തോന്നിയാൽ അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീലാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമാണ് ഹാബിറ്റ് ട്രാക്കർ. അതായത് നമുക്ക് ഓരോ ദിവസവും ഫുൾഫിൽ ചെയ്യണം നമ്മുടെ ഹാബിറ്റ്സ്. എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുക, ജേർണൽ ഡെയിലി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു ഡയറി പോലെ, നടക്കുമെന്ന് അറിയില്ല. പിന്നെ വെള്ളം കുടിക്കുക. എനിക്ക് വെള്ളം കുടിക്കാൻ നല്ല മടിയാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആളെന്നോട് പറഞ്ഞ് മടുത്തിട്ടുണ്ട് വെള്ളം കുടിക്കുന്നത്. എന്നാലും ഇപ്പോൾ കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ റിലാക്സ് ചെയ്യുക, ഫാമിലിയുടെ ടൈം സ്പെൻഡ് ചെയ്യുക, ഇച്ചിരി ഒന്ന് നടക്കുക, അങ്ങനെയൊക്കെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നൊരു സ്വഭാവം എനിക്കുണ്ട്, അതൊന്ന് മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. ഈ മന്ത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. സംഭവം നല്ല എഫക്റ്റീവാണ്, നല്ല രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിൽ വേണമെങ്കിൽ ഇനിയും ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനു മുന്നേ നമുക്ക് ഇത് മൊത്തത്തിലൊന്ന് കണ്ടാലോ, നമ്മളിതുവരെ ചെയ്തത് മൊത്തത്തിൽ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ ചെയ്തൊരു ഫീലായിരുന്നു, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇനി ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് മന്ത് ലാസ്റ്റ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ജൂലൈ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളിതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. പേജസൊക്കെ നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏത് പേജാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും കൂടെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്ര നേരം കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.